ജോസെ മൗറിനിയോയുടെ സബ്സ്റ്റിറ്റ്യൂഷൻ്റെ പവറിലാണ് ഇന്നലത്തെ മാച്ച് റയൽ മാഡ്രിഡ് വിജയിച്ചതെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എതിർക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യം തീർച്ചയായിട്ടും ഇല്ല എന്നുള്ളതാണ്. കാരണം ഇന്നലത്തെ റയലിൻ്റെ ലാ ലീഗയിലെ ആദ്യത്തെ മാച്ച് എസ്പാനിയോളുമായിട്ടുള്ള ആദ്യത്തെ മാച്ചിൽ തന്നെ ജോസെ മൗറിനിയോ എന്ന് പറഞ്ഞിട്ടുള്ള റയൽ മാഡ്രിഡ് മാനേജർ തെളിയിച്ചു ബെഞ്ച് പ്ലെയേഴ്സിനെ വെച്ചിട്ട് ഗെയിം ചേഞ്ചിങ് ഉണ്ടാക്കാൻ പറ്റുന്ന, ഗെയിം ചേഞ്ചിങ് മൊമെൻറ്റുകൾ ഉണ്ടാക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ തൻ്റെ കയ്യിലുണ്ട് എന്ന് ജോസെ മൗറിനിയോ ഇന്നലത്തെ മത്സരത്തോടു കൂടി തെളിയിച്ചുകൊണ്ട് തുടങ്ങി എന്നുള്ള കേട്ടോ. ലാലിഗ ആദ്യത്തെ മത്സരത്തിൽ എസ്പാനിയോളിനെതിരെ 2-1 എന്നുള്ളൊരു വിജയത്തുടക്കവുമായിട്ട് റയൽ മാഡ്രിഡ് തുടങ്ങി എന്നുള്ളതാണ്. ആൻഡ് ഈ ഒരു മത്സരത്തിനെ നോക്കി കാണുന്ന സമയത്ത് റിസൾട്ട് നമുക്ക് ഫേവർ ആണെങ്കിൽ പോലും ഇനിയും ഒരുപാട് പെർഫോമൻസ് പോളിഷിങ് റയൽ മാഡ്രിഡിൻ്റെ കാര്യത്തിൽ നടക്കാനുണ്ട് എന്നുള്ളത് തന്നെയാണ് കേട്ടോ സത്യം. ആൻഡ് എടുത്തു പറയേണ്ട ഇന്നലത്തെ മാച്ചിൽ എടുത്തു പറയേണ്ട പേരുകളിലൊന്ന് 80-ാം മിനിറ്റിൽ ആർഡ്രാ ഗുള്ളറിൻ്റെ ഡെലിവറിയിൽ ഒരു ഹെഡർ ലീഡ് കൊടുക്കുകയാണ് റയലിന്. ജൂഡ് ബെല്ലിംഗ്ഹാം എന്ന് പറഞ്ഞിട്ടുള്ള മിഡ്ഫീൽഡർ. ഞാൻ കണ്ടിടത്തോളം ജൂഡ് ബെല്ലിംഗ്ഹാം സംബന്ധിച്ച് ഒരു മിഡ്ഫീൽഡർ എന്നുള്ളതിലുപരി ബോക്സിലേക്ക് അയാൾ നടത്തുന്ന ലേറ്റ് റൺസുകളുണ്ട്. അത് അയാളുടെ ഒരു മെയിൻ ക്വാളിറ്റി, ഒരു മെയിൻ അഡ്വാൻറ്റേജ് തന്നെ കേട്ടോ. ആൻഡ് മറ്റൊരു പേര് ആർഡ്രാ ഗുള്ളർ എന്നുള്ള മോനെ. ജോസെ മൗറിനിയോൻ്റെ കീഴിൽ ആർഡ്രാ ഗുള്ളറിന് എനിക്ക് തോന്നുന്നു മിഡ്ഫീൽഡിൽ കുറച്ചുകൂടി ഒരു അറ്റാക്കിംഗ് റെസ്പോൺസിബിലിറ്റി കുറച്ചുകൂടി കൊടുത്തിട്ടാണ് മൗറിനിയോ ഇറക്കിയെന്നുള്ളത്. ആൻഡ് നല്ല രീതിയിൽ തന്നെ നല്ലൊരു ഇമ്പാക്റ്റ് ക്രിയേറ്റീവ് ആയാലും പ്രോഗ്രഷൻ ആയാലും ഒക്കെ തന്നെ നല്ല രീതിയിൽ ആർഡ്രാ ഗുള്ളർ ആ ഒരു ഏരിയ കൊടുത്തിട്ടുള്ള, റൈറ്റിലാണ് കളിച്ചിട്ടുള്ളത്, ആ ഒരു ഏരിയ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ്. ആൻഡ് ഡിഫൻസിൽ നോക്കുന്ന സമയത്ത് ഇന്നലത്തെ മാച്ചിൽ ഡിഫൻസ് ഓക്കെയാണ്. അതായത് ഇബ്രാഹിം കൊനാറ്റെ പോലുള്ള പുതിയ പ്ലേയേഴ്സ് അതുപോലെ ഡിബ്യൂട്ട് മാച്ച് നല്ല രീതിയിൽ തന്നെ കളിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു ഈക്വലൈസർ ഗോൾ വരുന്ന സമയത്ത് ചെറിയൊരു കമ്മ്യൂണിക്കേഷൻ മിസ്ലീഡിങ് ഉള്ളതുപോലൊക്കെ തോന്നി എന്നുള്ളതാണ് കേട്ടോ. കുറച്ചുകൂടി ബെറ്റർ ആവേണ്ടതായിട്ടുണ്ട്. പക്ഷെ അതേസമയം ഹ്യൂസനെ നോക്കുമ്പോൾ ഹ്യൂസൻ ഭയങ്കര കോമ്പാക്റ്റ് ആയിരുന്നു എന്നുള്ളതാണ്. ആൻഡ് എംബാപ്പെ വിനി ജൂഡ് കോംബോ, ഈ ഒരു കോംബോ എനിക്ക് തോന്നുന്നു ഇപ്പോഴും ആ ഒരു പെർഫെക്റ്റ് റിതം ഉണ്ടല്ലോ, ആ റിതത്തിലേക്ക് എത്തിയിട്ടില്ല. ഇന്നലത്തെ മാച്ചിലൊന്നും ആ ഒരു റിതം എനിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ള കേട്ടോ. റയൽ മാഡ്രിഡ് ഫാൻസുകാർക്കൊക്കെ ഈ ഒരു സംഭവം തോന്നിയിട്ടുണ്ടാവും. ഒരു പെർഫെക്റ്റ് കോംബോൻ്റെ ഒരു സാധനം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നൊരു സാധനം ഉണ്ടായി കിട്ടിയിട്ടില്ല എന്നുള്ളത്. ആൻഡ് എംബാപ്പനെ സംബന്ധിച്ച് എംബാപ്പെ കുറച്ച് ചാൻസുകൾ ഇന്നലെ കിട്ടിയിട്ടുണ്ട്. ഒരു ഷൂട്ടിംഗ് ഷാർപ്നെസ് ഒരു കുറവ് പോലെ എനിക്ക് തോന്നി എന്നുള്ളതാണ് എംബാപ്പേൻ്റെ. ആൻഡ് ഓവറോൾ ഈ ഒരു മാച്ച് നോക്കുന്ന സമയത്ത് 10-ൽ 7 കൊടുക്കാനേ പറ്റൂ എന്നുള്ളതാണ്. കാരണം പെർഫോമൻസ് വൈസ് ഇനിയും പോളിഷ് ചെയ്യാൻ ഒരുപാടുണ്ട്. മൗറിനിയോ കുറേ പണിയെടുക്കാനുണ്ട് എന്നുള്ളതാണ്. എന്തൊക്കെ തന്നെ ആയാലും റയലിൻ്റെ ഈ ഒരു സീസണിലെ ആദ്യത്തെ മാച്ച് റയൽ വിജയിച്ചുകൊണ്ട് തുടങ്ങി എന്നുള്ളതാണ്. അതല്ലെങ്കിലും അങ്ങനെ തന്നെയാണെന്നുള്ളതാണ്. അപ്പോൾ ഹലോ മാഡ്രിഡ്.